സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേത് യോഗ്യമല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേത് യോഗ്യമല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. സിയോൻ സഞ്ചാരി യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കളും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് സോദോം കാണുമ്പോൾ കാഴ്ചപ്പാട് മാറരുത് എന്നുള്ളൊരു ചിന്തയാണ്. യഹോവ അബ്രഹാമിനോട്, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെയാണ് ചരിത്രത്തിൻ്റെ ചുരുൾ അഴിയുന്നത്. പിതാവായ തേരഹിന് ഒരുമിച്ച് വിഗ്രഹാരാധനയിൽ കാലങ്ങൾ കഴിച്ച അബ്രാമിന് തേജവനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷത അനുഭവപ്പെട്ടു. തേജസ്സില്ലാത്ത വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിക്കൊണ്ടിരുന്നതിനാൽ ആ ദൈവങ്ങൾക്ക് തേരഹ് കൊടുക്കുന്ന നിറം മാത്രമേ അബ്രഹാം കണ്ടിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ അബ്രഹാമിന് മനസ്സിലായി, ഞങ്ങൾ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളെക്കാൾ വിശേഷതയേറിയതും തേജസ്സുള്ളതുമായൊരു ദൈവം ഉണ്ട് എന്ന് അബ്രഹാമിന് മനസ്സിലായി. അങ്ങനെ അബ്രഹാം സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങി. പിതാവിൻ്റെ വിഗ്രഹങ്ങളെല്ലാം അബ്രഹാം തച്ചുടച്ചു. അതുമൂലം നിമ്രോദ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയന്ന് തേരഹ് ദേശത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഉൽപ്പത്തി 11:31 തേരഹ് തൻ്റെ മകനായ അബ്രാമിനെയും ലോത്തിനെയും സാറയെയും കൂട്ടി കൽദേരുടെ പട്ടണം ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. അവിടെ കുറേ കാലം പാർത്ത് അവിടെ വെച്ച് തേരഹ് മരിക്കുന്നു. പിതാവിൻ്റെ മരണശേഷം ഹാരാനിൽ പാർക്കുന്നതിൽ നല്ലത് ഊരിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നുള്ള ചിന്ത ഒരുപക്ഷെ അബ്രഹാമിന് ഭരിച്ചു കാണും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനാണ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി പറഞ്ഞത്, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് പുറപ്പെടുവാൻ. അബ്രഹാം അതുവരെ സേവിച്ചിരുന്ന ദൈവങ്ങൾ ഒരിക്കൽ പോലും സംസാരിച്ച് കേട്ടിട്ടില്ല. ഇവിടെ ഇതാ സകല ദേവന്മാരെക്കാളും വലിയവനും ജീവനുള്ളവനും തേജോമനായ ദൈവമാണ് തന്നോട് സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല, ഭാവി അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ ദൈവത്തെ വിശ്വസിച്ചു. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആടുമാടുകൾ ദാസന്മാർ എല്ലാം കൂടി അനവധിയായി. സഹോദരപുത്രനായ ലോത്തിൻ്റെ സമ്പത്തും വർദ്ധിച്ചു വന്നിരുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ ഇടയന്മാർ ലോത്തിൻ്റെ ഇടയന്മാർ തമ്മിൽ ചണ്ട വർദ്ധിച്ചു വന്നപ്പോൾ രണ്ട് സമൂഹമായി പിരിയുവാൻ പദ്ധതിയിട്ടു. അബ്രഹാമിൻ്റെ ദർശനം കനാൻ ദേശമാണ്. ലോത്തിന് ദൈവശബ്ദമോ ദർശനമോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കാണുന്നതിലേക്ക് ആകർഷിക്കപ്പെട്ടു. സ്വതവും നീരൂട്ടമുള്ള സ്ഥലമെന്ന് കണ്ട് ലോത്ത് അത് തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആയിരുന്നില്ലത്. എന്നാൽ അബ്രഹാമിന് കാണുന്നതിലേക്ക് ഹൃദയം ചായ്ക്കുവാൻ ഇടവന്നില്ല. വാഗ്ദത്തം തൻ്റെ മുമ്പിലുണ്ട്.
അത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ശേഷിപ്പിച്ചിരിക്കുന്നു. സൊദോമിനെ മനോഹരത കണ്ട് കാഴ്ചപ്പാട് മാറ്റുവാൻ അബ്രഹാം തുനിഞ്ഞില്ല. പ്രിയ ശ്രോതാക്കളെ, ദൈവം അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവഗണിച്ച് സൊദോമിൻ്റെ മനോഹരതയിലേക്ക് ഹൃദയം ചായ്ക്കരുത്. അത് പിന്നത്തേതിൽ നാശത്തിൽ കൊണ്ടുവന്നെത്തിക്കും. ആകയാൽ ദൈവിക വാഗ്ദത്തങ്ങളെ ലക്ഷ്യമാക്കി അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നോക്കണം. ഏവർക്കും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.